അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, വളരെ സുപ്രധാനമായൊരു കാര്യം എല്ലാവരിലേക്കും നിങ്ങൾ ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നസീഹത്ത് എന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ നിന്ന് മണ്ണിലേക്ക് മുഖം കുത്തുന്നതിൻ്റെ മുമ്പ് ഇന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മളിത് കണക്കിലെടുക്കണം. നമ്മൾ ഇവിടെ ദുന്യാവിന്ന് എപ്പോഴും മരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നതേ, നമ്മൾ ഒന്നും അറിയാത്ത നമ്മൾ ചെറുപ്പകാലം മുതലേ ദീന് പഠിച്ച് വളർന്ന്, ആ ചെറുപ്പകാലത്ത് ദീൻ പഠിക്കാൻ പോണതിൻ്റെയൊക്കെ വിഷമങ്ങൾ അത് പോയവർക്കേ അറിയുള്ളൂ. നമ്മളെ എതിർ പാർട്ടികൾ, പുത്തൻ പ്രസ്ഥാനക്കാർ പറയലുണ്ട്, ചില ആളുകളൊക്കെ പറയലുണ്ട്, മൂല്യന്മാർക്ക് ആരാൻ്റെത് തിന്നാൻ പോയിട്ട് നല്ല സുഖമാണ്, ഒരു പണിയില്ല, അങ്ങനെയൊക്കെ പറയുന്നൊരു കാലത്ത്, കളിയാക്കുന്നൊരു കാലത്ത് സ്വന്തം കുടുംബത്തിനെ വിട്ടു പോകുക എന്ന് പറഞ്ഞത്, അന്നൊക്കെ രക്ഷിതാക്കളെ വിട്ടു പോകുന്നതിൽ വളരെയധികം പ്രയാസമുള്ളതും, കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോവുക, ഓരോരുത്തരും വിഷമിച്ചുകൊണ്ട്. ഇങ്ങനെ പഠിച്ച് വളർന്ന പണ്ഡിതന്മാരാണ് വലിയ ഉന്നത സ്ഥാനത്തെത്തിയത്. ഇപ്പോൾ എന്നിട്ട് അവർക്ക് എന്താണ് പണിയെന്ന് വെച്ചാൽ, നേരം വെളുത്ത് വൈകുന്നേരം ആഗോളം ദീനി വിജ്ഞാനം പഠിപ്പിക്കുക എന്നതുപോലെ ഈ അവനവൻ്റെ ആശയങ്ങൾ, സംഘടനകൾ വളർത്താൻ വേണ്ടി ഓടി നടന്നിട്ട് സ്വന്തം ഭക്ഷണം പോലും കഴിക്കാതെ നിത്യരോഗികളായ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ, ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താണെന്നറിയോ, വിമർശനങ്ങൾക്ക് വിധേയനായിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുകയാണ്. ആരൊക്കെയപ്പം കുത്തിയത്? ഒന്ന്, ഫസ്റ്റിൽ നമ്മൾ അധികം ഫസ്റ്റിൽ AP കമ്മ്യൂണിസ്റ്റാക്കി, പിന്നെ ജിഫ്രി തങ്ങളെ, അമ്പലക്കടവ് ഫൈസിനെ, ഉമർ ഫൈസിയെ, ഇങ്ങനെ ഓരോരുത്തരെ നമ്മൾ ചാപ്പ കുത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സഹോദരങ്ങളെ ഇന്നോ നാളായിട്ട് മരിച്ചു പോലും ഇതൊക്കെ പൊരുത്തപ്പെടിക്കാൻ ഇവിടെ നമ്മൾക്ക് ഒഴിവ്. നമ്മൾക്ക് പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ഇവരോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ട് നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാണ്ടല്ലോ, അവനാൻ്റെ കാര്യങ്ങൾ നോക്കാണ്ട് അവരോടുകൂടെ നമ്മൾ ഇവരൊക്കെ എതിർക്കാൻ, ഇവരൊക്കെ നടന്ന ഒരു പാത, ഇവരൊക്കെ നടക്കുന്ന ഒരു പാതയിലൂടെ നടക്കാൻ പോലും അർഹതയില്ലാത്ത ആളുകൾ, പടുജാഹിലീങ്ങൾ ആണ് ഈ വിമർശിക്കുന്നതൊക്കെ. ഇനിയിപ്പോൾ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയി നിൽക്കുക, എന്നാലിപ്പോൾ നമുക്ക് എന്ത് പ്രശ്നമാണ് വരുന്നത്? എത്ര ആൾക്കാരുണ്ട് സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും മറ്റുള്ളവരൊക്കെ ആയത്? അപ്പോൾ ഇവർ പറയണത് ഞാനതല്ലട്ടോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവരൊക്കെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബേ ഞങ്ങളെ വിമർശിക്കുന്നവർക്ക് നീ കൊടുക്കണേ എന്നാണ് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെന്തിനാ പറ്റുക? ഈ ജീവിതം പിന്നെ നമുക്ക് എന്തിനാണ്? നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മളൊരു മുസ്ലിമിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഇവിടുത്തെ ജീവിതമല്ലല്ലോ. ഈ വീടിനെ പറ്റി നബി പറഞ്ഞ എന്താണ്? ഈ വീട് ദാറുമല്ല ദാറലാം, വീടില്ലാത്തവൻ്റെ വീടാണ് എന്നാ. നമ്മൾ ഇവിടുത്തെ ദുന്യാവ് പറയണത് വീടൊന്നും ഒരു വീടല്ല, ഒരു താമസമല്ല, വിശ്രമമാണ് ഇവിടെ. പരലോകത്തേക്ക് വേണ്ടി കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളെ ഈമാന് നഷ്ടപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇത് പറഞ്ഞു തരാൻ നമുക്ക് വേറെ ഒപ്പം കൂടി പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. കവലകൾ തോറും ഈ സമുദായത്തിൻ്റെ പൈസ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടാനും വിമർശനം നടത്താനും ഒരു വിഭാഗം ആളുകൾ തയ്യാറാകുമ്പം 5 പൈസ അങ്ങനത്തെ പരിപാടിക്ക് കൊടുക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈബത്ത് പറയുന്ന പ്രസംഗങ്ങൾക്ക്. പഴയ കാലത്തൊക്കെ ഈ മതപ്രഭാഷണം കേൾക്കാൻ പോലെ എന്തിനേനി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയണതല്ല. ഈമാനുണ്ടായിട്ട്, ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നാട്ടിലൊക്കെ പഠിപ്പിച്ചിരുന്ന ബീരാൻകുട്ടി ഉസ്താദ് എന്ന വലിയൊരു പണ്ഡിതന്, മുഷാവറ മെമ്പറൊക്കെയാണ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഷാവറ മെമ്പറായ ആൾ നമ്മളവിടെ ഈ പൂവത്തിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 87 കാലങ്ങളിലൊക്കെ ദർസ് നടത്തി 4-5 വർഷം മുദരിസായി നിന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ വാത് കേട്ടിട്ട് സദസ്സിൽ നിന്ന് ആളുകൾ കരഞ്ഞു വീണത് ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞുകാണ്ട് ഇങ്ങനെ നിലവിളിക്കണം, ഉറക്കൊച്ചിട്ട് കരയുന്നത്. എന്നപോലെ UP എന്ന് പറയുന്ന ഖാദി, ഇദ്ദേഹമൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത്
ഈ അന്നൊന്നും വിഭാഗീയതയും ഗ്രൂപ്പ് ഇല്ലാഞ്ഞിട്ടല്ല, അതൊന്നും എന്താണ് ജനങ്ങളുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കലില്ലേന്. ഈ പണ്ഡിതന്മാരെ കണ്ടിരുന്നു. അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകും. രാഷ്ട്രീയം വേറെ തന്നെ, മതം വേറെ ആയിട്ടാണ് ഇവിടെ നീങ്ങേണ്ടത്. അങ്ങനെ തന്നെ ഇവിടെ പണ്ഡിതന്മാർ ഇവിടെ ഈ കാര്യബോധമുള്ളവരോട് നിർദ്ദേശിച്ചത്. ഇപ്പം എത്ര ആൾക്കാരോട് നമ്മൾ പൊരുത്തപ്പെടിക്കണം? നമ്മൾ ആരൊക്കെ ഈബത്ത് പറഞ്ഞ്? നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഏപ്പിനോട് പൊരുത്തപ്പെടിച്ചോ? ഈ ബടായി വിടുന്ന ആൾക്കാർ ഏപ്പിനോട് പൊരുത്തപ്പെടിക്കണ്ടേ? എന്നപോലെ ഇപ്പോൾ ഒരു നമുക്ക് ഈ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ റഹ്മത്തുള്ള ഖാസിമിനോട് പൊരുത്തപ്പെടിച്ചോ? റഹ്മത്തുള്ള ഖാസിമിയൊക്കെ ഓരോ ലെവലിൽ വന്നിട്ട് പറയണേ, എനിക്ക് ഇന്നെ എന്തൊക്കെ തെറി വിളിച്ചിട്ട്, ആരാണ് വിരുദ്ധമുള്ള ആളുകൾ, ദാരിമി വിരുദ്ധമുള്ള ആളുകൾ ഒക്കെയാണ് തെറി വിളിക്കണത്. ഓനും ഓൻ്റെ കെട്ടിയോളും മാത്രം സുന്നി, ബാക്കിയുള്ളവരൊക്കെ എന്താണ് വഹാബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് വിമർശിച്ചത്. എന്നതുപോലെ എന്തൊക്കെ ഈ നമ്മളെ തൊള്ളയിൽ കൂടെ വരാൻ പറ്റാത്ത അപ്പുറമുള്ളതൊക്കെയാണ് ഓല് അങ്ങോട്ടോട്ട് തെറി പറഞ്ഞത്. ഇതൊക്കെ പൊരുത്തപ്പെടിക്കാൻ ഇനി ഇവിടുന്ന് ഇവിടെ കാലം എത്ര ആൾക്കാരിങ്ങനെ മരിച്ചുപോയി. ഈ നമ്മളെന്താണ് ഊതി വീർപ്പിച്ച് അവൻ്റെ ഇടയിൽ കിബർ ഈ സ്റ്റോങ് കൂട്ടിയിട്ട് എത്ര ആൾക്കാരെ കൊന്ന്. APK പ്രശ്നം ഉണ്ടായിരുന്നു. 8-9 ആൾക്കാരെ, വിദ്യാർത്ഥികളെ, എന്നതുപോലെ ഈ വയസ്സന്മാരെ ഇറച്ചി വാങ്ങാൻ വേണ്ടി, പെരുന്നാൾ ഇറച്ചി പോക്ക് വേണ്ടി പോയ ആളെ ഒക്കെ വെട്ടിയും അടിച്ചും കുത്തിയും കൊന്നുകാണ്ട് ആസ്പത്രി കൊണ്ടുപോകാൻ ആളിലായിട്ട് അന്ന് അവിടെയുള്ള ഹിന്ദുക്കളെ കൊണ്ടുപോയ ഒരു ചരിത്രമൊക്കെ ഇവിടെ അല്ലേ. അബ്ദുൽ ഖാദർ ആണ് ചെറുപ്പക്കാരൻ്റെ തലയിൽ ഇരുമ്പിൻ്റെ ആണി അടിച്ച് താത്തിയിട്ട് 1 ഇഞ്ചിലേറെ താത്തിയിട്ട് അവിടെ ഇട്ട് പോയില്ലേ. ഒരു മൂല്യാരേഞ്ഞത് ആ അബ്ദുൽ ഖാദർ അറിയുന്നത് മൂലയിട്ട് അത് നാട്ടിലേക്ക് വന്നിക്കുക അവൻ്റെ കുടുംബത്തിനെ കാണാൻ വേണ്ടി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ വരുന്നത്. അപ്പം ഇതൊക്കെ പൊരുത്തപ്പെടിക്കണ്ടേ? പണ്ഡിതന്മാരെ ഇറച്ചി എന്താണ്, വിഷമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും തുടങ്ങുകയാണ്. ഇതൊന്നും പറയാനും ബോധ്യപ്പെടുത്താനും ആരും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പ് വലുതാണ്, അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതൊക്കെ അത് വിടി. ഇവിടെ സുന്നത്തിയമാത്തൊക്കെ ഒന്നാണ്. ഇജ്ജ് ഏത് ഗ്രൂപ്പുകാരനെ ഇനി അള്ള ചോദിക്കൂല. നിൻ്റെ മതം ഏതാണ്? അമ്മ ദീനുക്കാന്ന് കബർന്ന് ചോദിക്കുക, അമ്മ കിബിലത്തുക്ക, അമ്മ ഇമാമുക്ക എന്നൊക്കെ ചോദിക്കുക. ഇതൊക്കെ സമയത്ത് ഈ അമ്മ ഇമാമുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇമാമാരെന്ന് വെച്ചാൽ എൻ്റെ ഇമാം AP അല്ലെങ്കിൽ EK എന്നല്ല പറയാം. ഖുർആനാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ആ ഖുർആനിൻ്റെ മാതൃക എന്താക്കണം? റസൂലുള്ളാഹിൻ്റെ സ്വഭാവത്തിനെ പറ്റി ചോദിച്ചപ്പം നബിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞത്. നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. റസൂലുള്ള എന്താണ്? സ്വന്തം മതത്തിൽപ്പെട്ടവരല്ലാത്തവരോട് കൂടെ റസൂലുള്ള അവർക്ക് രോഗിയെ സന്ദർശിക്കുന്നു, അവർക്കൊക്കെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ വകച്ചു കൊടുത്തിരുന്നു. സ്വന്തം സമൂഹത്തിൽപ്പെട്ട ആളുകളെ, സ്വന്തം തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ട് ഒരു മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞത് എത്ര ഉണ്ട്? അവൻ കൊടുക്കുന്ന പൈസ കൊടുക്കാതെ. എൻ്റെ സംഘടനേൻ്റെ ആളല്ലല്ലോ, സംഘടനേൻ്റെ ആളാണ് പറഞ്ഞിട്ട് ഒപ്പടിക്കുക. അതിൻ്റെയൊക്കെ ഇതിപ്പം എല്ലാവർക്കും അനുഭവപ്പെട്ടില്ലേ. ഇപ്പം ഇനിയിപ്പം വേറെ ആൾക്കും ഒപ്പടിക്കേണ്ട സാഹചര്യത്തിൽ വരുന്നപ്പോൾ ഇതൊക്കെ പറയാൻ ഇതൊക്കെ നമുക്ക് എന്താണ് തൊള്ളർന്ന് പറയാൻ പറ്റിയ ആളുകളുണ്ടാകുമ്പോൾ എന്താണ് അറിയോ, അവർക്കൊക്കെ എല്ലാവർക്കും പേടിയാണ് ഈ വിഷയത്തിലും ഉണ്ടാകുന്നത്. കാരണം ഒക്കെ ജോലിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ വലിയ ഈ കാരണന്മാർ വലിയ വലിയ ഈ മുത്തവല്ലിയായിട്ട് ഏറ്റെടുക്കുന്ന ആൾക്കാർ പറ്റ പടുക്കളായിരിക്കും. അതിൻ്റെ ഇടയിൽ ചിലർക്ക് ഒരു 10 മീൻ കൊടുക്കുക. കാതിയാകണമെങ്കിൽ വലിയ വിവരമൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ലാന്ന്. ഏതോ ഒരു ആചാര കാതിയാക്കിയെന്ന്. കാതിയാകണമെങ്കിൽ നല്ല 10 കൊടുക്കാനുള്ള വിവരവും അതിനുള്ള തൻ്റെയുള്ള ആൾ മാത്രമേ കാതിയാകാൻ പറ്റുള്ളൂ. അല്ലാത്തുള്ള കാതിയാകാൻ പറ്റുള്ളൂ. ഇത് ചെറിയ കുട്ടിയൊക്കെ വരെ അറിയാം. സമസ്തൻ്റെ 5ാം ക്ലാസ് വരെ പഠിച്ച മദ്രസ പഠിച്ച കുട്ടിയൊക്കെ അറിയാം. ഈ പറയുന്ന ആൾക്കാർ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകി പറയുന്ന ആൾക്കാർക്ക് അത് അറിയില്ലായിട്ടല്ല, അതൊക്കെ മറച്ചു വെക്കുക. അവർക്ക് ഇതിലെന്താണ് ഇപ്പോൾ റോളില്ല. പ്രസംഗിച്ച് മറ്റവരെ ആക്ഷേപിച്ച് അങ്ങേപ്പുറത്തേക്കും ഇങ്ങനെ ആക്ഷേപിച്ചപ്പം ഏപ്പിനെ കണ്ടമാനം തെറി പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ചിരിച്ചെടുക്കല്ലേ ഇനിയോ. ഇപ്പം നമുക്ക് വന്നൊരു അനുഭവം. അപ്പോൾ ഇതൊക്കെ എന്താണ്, കാലം ആർക്കും കാത്തു വെക്കൂല. ഇവരൊക്കെ എന്താണ്, പാതിരാ നേരത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മുടെ ഈമാൻ രക്ഷപ്പെടണം. നിങ്ങൾ ഏത് ഗ്രൂപ്പായാലും വേണ്ടിയില്ല അവിടെ, നമുക്ക് എല്ലാ ഗ്രൂപ്പും കണക്കാം. അവിടെ ഒന്നൊരു ചക്കരയും മറ്റൊരു കൊപ്പരയും എന്ന് അറിയില്ല. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞൊക്കെ ഒന്ന് തന്നെയാണ്. എന്തിനാ അവിടെ അഭിപ്രായ? ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു ലീഗിനെ അനുകൂലിക്കണ പേരും മാർക്കറ്റിനെ എന്ത് ലീഗും രാഷ്ട്രീയവും മാർക്കറ്റൊക്കെ അവിടെ വിടി. അവനവൻ്റെ രാഷ്ട്രീയം അവനവനെ ആവശ്യമുള്ള ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ കൂടിയിട്ട് ഇവിടെ നമ്മളെന്ത് ചെയ്യുക? ഇവിടെ വർഗീയത ഇതാകണ സമയത്ത് ഇത് പറയാൻ പോകുന്നുണ്ടല്ലോ. ഇതിലും വലിയ അവസ്ഥയിലാണ് റസൂലുള്ളാഹിയും സഹാബക്കളോട് ദഅവത്ത് നടത്തിയത്. കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വരെ വളഞ്ഞ ആ സമയത്ത് ദഅവത്ത് നടത്തിയത്. അപ്പോൾ ഈ ദഅവത്ത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യം
എന്ത് ചെയ്യണം? നമ്മൾ ലിമ തക്കൂലൂന മാല തഫലുങ്ങൾ ചെയ്യാത്ത എന്തിനാണ് പറയാൻ നിൽക്കണമെന്നാ? ഈബത്ത് പറയരുത് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ അവൻ പറയാതെ നിൽക്കണം. ഓരോ മൂല്യന്മാർ ഓരോരുത്തർ പറയുന്നത് കേട്ടില്ല നിങ്ങൾ? എന്തൊക്കെ തെറികളാണ് പറയണത് സ്വന്തം ഉസ്താദുമാരെ. ഈ അവസ്ഥയാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ഗ്രൂപ്പോ ഒരു സൈഡോ കൂടിയല്ല പറയണത്. പാണക്കാട് തങ്ങന്മാർ, ഏറ്റവും വലിയ സെയ്തന്മാർ, ഈ തങ്ങളെ മഹത്വങ്ങളൊക്കെ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചത്, ആ പേര് കിട്ടാനുള്ള കാരണമൊക്കെ പഠിച്ചത് നജീബ് ഉസ്താദിൻ്റെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പാണക്കാട് തങ്ങൾ വഫാത്ത ഉടനെ ആ സ്ഥാനം കിട്ടാനുള്ളതും, ഈ കുറേ ആളുകൾ മരിച്ചു ഈ ബോധശ്യമായി മരിച്ചതുപോലെ കടന്നപ്പോഴ് എന്താണ് വടി കൊടുത്തയച്ചതും വടി കൊണ്ട് തൊട്ടപ്പം എന്താണ് എല്ലാവരും ഉണർന്നതും, ഇതൊന്നും മറ്റേ ഡിങ്കം കഥകളല്ല, ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മളില്ലാത്ത കറാമത്ത് കുറേ ആൾക്കാരുടെ മേൽ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളതിന് നിലയും വില ഇല്ലാതായിട്ടുണ്ട് ഇപ്പം. ഈ ഇതിനാണ് ഓരോരുത്തരെടുത്ത് ട്രോളണത്. ഒരേ കറാമത്ത് എങ്ങനെ പല നിലക്കും വരുന്നത്? ഒരേ ആശയം ഒരേ കറാമത്ത് പറയുന്ന ആൾക്കാർ പലരും പറയുമ്പോൾ പല നിലക്കാണത് വരുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാത്തതാണ് ജനങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് നീങ്ങല്ല, ഇപ്പം തന്നെ കുറേ ദീർഘിച്ചു എന്ന് മനസ്സിലാക്കണേ. ഏതായാലും ഇത്തരം വിമർശനങ്ങളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അവനാൻ്റെ ഈമാൻ കാത്തുകാണ്ട് ഒരാൾ എൻ്റെ നാവ് കൊണ്ട് ഇനി റബ്ബെ ഞാൻ ഒറ്റയാളും കുറ്റം പറയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മളിപ്പോൾ ഈ കാലം വരെ എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഈ ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരാളിൽ എന്താണ് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഈ മറു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ എന്നുള്ള അലക്കി നമ്മളെന്താണ് കുറ്റം പറയാൻ പോലെ ഈ ആക്ഷേപിക്കുക ചെയ്തിട്ടില്ല എന്നപോലെ ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, അതിനെ അതുപോലെ കണ്ട ആൾക്കാർക്ക്. അപ്പോൾ അത് നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.